അപ്പോൾ ബൈജു, നമ്മൾ ഈ സമീപകാലത്ത് വന്ന കുറച്ച് പടങ്ങളിൽ ബൈജുവിന് നല്ല വേഷങ്ങൾ കിട്ടി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ടാം പകുതി സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി നല്ല പടം ചെയ്യാൻ പറ്റി. ആൾ സീരിയസ് ആയാണോ അതോ വേഷങ്ങൾ നല്ലത് വന്നതാണോ? വേഷങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. അല്ലെ, ബൈജുവിന് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി. അപ്പൊ ഈ റേഞ്ച് കുറച്ച് ഉണ്ടായിരുന്നില്ല. അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അത് മോഹൻലാലിന്റെ കുറച്ച് സിനിമകൾ ചെയ്തില്ലേ? ഇല്ല, അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ഒരു 10 സിനിമ ചെയ്തു. മമ്മൂട്ടിയുടെ കൂടെയോ? അത് ഇതുപോലെ ഒരു 10 സിനിമയ്ക്ക് അകത്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ആരുടെ കൂടെയാ? ഈ കാര്യം നമ്പർ കൂടുതലാണല്ലോ. അല്ല, അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് മുകേഷ്, ജഗദീഷ്, അവരുടെ കൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിനിമ. ഈ കൂട്ടക്കളിയിലുണ്ടായിരുന്നു? കൂട്ടക്കളിയിൽ കുറച്ചാലും ഉണ്ട്. ഇപ്പൊ കൂട്ടക്കളി ഇല്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മോഹൻലാൽ സിനിമ പകരം 5 പേരടങ്ങുന്ന ഒരു കൂട്ടക്കളി അല്ലേ? അതൊരു എനിക്കൊന്ന് 10 കൊല്ലം പോയി. ഒരു 10 വർഷം പോയി. കാരണം എനിക്കൊന്ന് ജഗദീഷിന്റെ സിനിമ കത്തി നിൽക്കുന്ന ഒരു കാലമായിരുന്നു ഇങ്ങനെയൊക്കെ. 1990 ഇറങ്ങിയ കോട്ടയം കുഞ്ചൻ അല്ലേ? കോട്ടയം കുഞ്ചിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. 2020 ഇറങ്ങിയ ഷൈലോക്ക് എന്ന ചിത്രത്തിന്റെയും ഫോട്ടോസ് ആണ് ഇത്. കുറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ബൈജു ചേട്ടന് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞോളൂ ആരാണ് സൗന്ദര്യം. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. 2020 എങ്ങനെ ഇരിക്കുന്നു, 90 എനിക്ക് അടിക്കേണ്ട സ്ഥലം ഒരു മര്യാദ വേണ്ടേ? ഈ ചോദ്യത്തിനൊക്കെ ഒരു മര്യാദ വേണ്ടല്ലേ? കറക്റ്റ്. മമ്മൂക്ക എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പുള്ളിയെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. ഇല്ല, മാത്രമല്ല അത്ര അധ്വാനിക്കുന്നുണ്ട്. ഒരുവിധം മനുഷ്യർക്ക് പറ്റും. രാവിലെ 4 മണിക്ക് എണീറ്റ് 2-3 മണിക്കൂറാണ് ചെലവാക്കുന്നത്. വളരെ കുറച്ച് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുന്ന ആവശ്യത്തിന് മാത്രം. അല്ലെ, ഞങ്ങൾ ഒരിക്കലും ഒരു മരണ വീട്ടിലേ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എവിടെയോ പഠിച്ച ഒരു സഹോദരി വന്നു, ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി വന്ന് ക്ലാസ്മേറ്റാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ അറിയാൻ നോക്കിപ്പോവും. കാരണം ആ അമ്മച്ചി അത്രയും പ്രായമായി. അല്ല, വേറെ കാര്യമുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞ ആള് സിനിമ ഒന്നില്ലായിരുന്നു ചിലപ്പോൾ അതുപോലെ ഇരുന്നേനെ. ചിലപ്പോൾ സിനിമ ആയിരിക്കും അങ്ങനെ ആക്കിയത്. സിനിമയിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഗ്ലാമർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ആവശ്യമല്ല, അത് അത്യാവശ്യമാണ്. ഈ ബോഡി ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ മുഖസൗന്ദര്യം അപ്പടി തന്നെ ഒറിജിനലായിട്ട് സൂക്ഷിക്കാനും ബൈജുവിന്റെ പ്രിക്കോഷൻ എന്താ? നമുക്ക് എടുക്കുന്ന അധ്വാനം ബൈജു എടുക്കുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല. ഇല്ല, ജിമ്മ്, കുതിര സവാരി, ജിമ്മ്, ഷട്ടിൽ കളിക്കും. പിന്നെ ജിമ്മുണ്ട്. കാരണം വേറെ ഒന്നിനുമല്ല, ഉള്ള മസിൽ സ്ട്രോങ് ആക്കി വെക്കുക. അല്ലാതെ ഇങ്ങനെ പെരുക്കി ഇങ്ങനെ പെരുപ്പിക്കാനല്ല. ഉള്ള മസിൽ ഉണ്ടല്ലോ, പാക്കുണ്ട്. അത് എക്സ്ട്രാ എടുക്കണം. അല്ല, എന്തെന്നറിയാം, നമ്മള് ഈ കാലിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ല നമുക്ക് എണീറ്റടക്കാൻ പറ്റാതാവും. അതിന്റെ അവസ്ഥ ഉണ്ടാവും. ഈ എല്ലാവർക്കും മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? ഈ കാലിന്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത്. ഈ കാലിനൊന്നല്ല, നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ മസിലുകളെല്ലാം വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിൽ ചിലപ്പോൾ കാലിന് താങ്ങാൻ പറ്റാത്ത ബോഡി വെയിറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. വിഷ്വൽ മീഡിയ വരുന്ന ഒരു പ്രത്യേകത. അല്ല, കുറെ എണ്ണ വാരി തേച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല മുട്ടുവേദനയ്ക്ക്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള റിലീഫ് മാത്രം. ബൈജുക്ക് ഈ ആയുർവേദ തിരുമ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ലായിരുന്നു. ചില ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി തിരുമി നേരെയാവുന്നുണ്ട്. അത് തിരുമ നല്ലതാണ്. ബൈജുവിന് ശരി അങ്ങനെ തിരുമിയെ നേരെ ഫ്ലെക്സിബിൾ ആവുന്ന? അല്ല, എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു ഒരു 10 ദിവസം. ഒരു 10 ദിവസം എനിക്ക് ഒരു മസിൽ സ്പാസം ഉണ്ടായി മുതുകില്. എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് സ്കാപ്പുലൊക്കെ അപ്പൊ അതിനകത്ത് ഈ നീർക്കെട്ടുണ്ടായി. എന്നിട്ട് അത് കല്ലിച്ചോയി. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കും. ചില സമയത്ത് ഭയങ്കര പിടുത്തോ. ഓക്കെ ആയിട്ടില്ല. ഓക്കെ ആയിട്ടില്ല.